പാർലമെന്റിൽ ജനാധിപത്യത്തിന്റെ മരണമണി മുഴങ്ങുകയാണെന്ന് KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ചിന്നക്കടയിൽ നടത്തിയ ജനാധിപത്യ സംരക്ഷണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ഥാപനങ്ങളെ മുഴുവൻ കൈയടക്കിയിരിക്കുന്നത് നമുക്ക് തോന്നും BJP ആണെന്ന്. BJP അല്ല, യഥാർത്ഥത്തിന്റെ അജണ്ടയാണ്. ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ 370 അബ്രഗേറ്റ് ചെയ്ത പിൻവലിച്ച ഭരണഘടനാ ഭേദഗതി പാസായി. ആ ഭരണഘടനാ ഭേദഗതി സുപ്രീം കോടതി അംഗീകരിച്ചത് ഈ രാജ്യത്തെ ജനാധിപത്യ മൂല്യങ്ങളുള്ള ജുഡീഷ്യറിയുടെ ഏറ്റവും ശക്തമായ കടന്നാക്രമണമാണ്. ശബ്ദിക്കാൻ ഒരു രാഹുൽ ഗാന്ധി മാത്രമേ ഈ രാജ്യത്തുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വിനാശകരമായ കാര്യം. അതുകൊണ്ട് ഇനി അങ്ങോട്ട് നമുക്ക് റെഗുലറായിട്ടുള്ള ഒരു ഫൈറ്റ് നടത്തിയിട്ട് കാര്യമില്ല. നമ്മൾ ഇലക്ഷൻ മത്സരിക്കുന്നത് പഴയ കാലത്തെ പോലെ ആയാൽ ഇനി കഴിയില്ല. ഇനി ഈ രാജ്യത്ത് ചർച്ചകൾ ഉണ്ടാകില്ല, ഡിബേറ്റ് ഉണ്ടാകില്ല, പ്രസംഗം ഉണ്ടാകില്ല. നിങ്ങൾ ആരും സംശയിക്കണ്ട. ഈ രീതിയിൽ കാര്യങ്ങൾ പോയാൽ ഇവിടെ ഒരു പ്രസംഗവും ആർക്കും നടത്താൻ കഴിയില്ല. നമുക്ക് ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളുടെ കഥ തന്നെ ഒരു കാര്യം പരിശോധിക്കാം. ഈ അടുത്ത ദിവസമാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രീമിയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ 18 വയസ്സായ ഒരു ദളിത് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. ജാതീയമായി ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ യൂണിവേഴ്സിറ്റിയിൽ ഒരു ദളിത് വിദ്യാർത്ഥിയെ ജാതീയമായി പീഡിപ്പിച്ചതിന്റെ പേരിൽ മനം കൊണ്ട് അവൻ ആത്മഹത്യ ചെയ്തു. മറ്റൊരു യൂണിവേഴ്സിറ്റിയിലാണ്, ഒരു സ്കൂളിലാണ് 16 വയസ്സുള്ള ഒരു കുഞ്ഞ് പ്രിൻസിപ്പലിന്റെ വാട്ടർ ബോട്ടിൽ എടുത്ത് വെള്ളം കുടിച്ചതിന് അവനെ പ്രിൻസിപ്പൽ പൊതുവെ ക്രൂരമായി മർദ്ദിച്ചു. ഇതെല്ലാം ഇന്ത്യയിലാണ്. അവർക്കാർക്കുമെതിരെ കേസില്ല. കാരണം അവർ പ്രതിദാനം ചെയ്യുന്നത് സംഘപരിവാറിനെയാണ്, ജാതി അജണ്ടയാണ്, ഫാസിസ്റ്റ് അജണ്ടയാണ്. ആ അജണ്ട RSS ആണ് മുൻപോട്ട് വെക്കുന്നത്. അതുകൊണ്ട് RSS ഇവിടെ എന്തുമാകാം. യൂണിവേഴ്സിറ്റികളിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കന്മാർക്ക് പ്രസംഗിക്കാൻ പോകാൻ പറ്റില്ല. കാരണം ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയാൽ അവിടെ അവർക്ക് പ്രവേശനമില്ല. രാഹുൽ ഗാന്ധി UP യൂണിവേഴ്സിറ്റിയിൽ പ്രസംഗിക്കാൻ പോയി, ക്ഷണം കിട്ടിപ്പോയി. ചെന്നപ്പോൾ വൈസ് ചാൻസലർ പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ പ്രസംഗിക്കാൻ അനുവാദമില്ല. അദ്ദേഹം ചോദിച്ചു, എന്താണ്? ഞാൻ നിങ്ങൾക്ക് അനുവാദം തരുന്നില്ല. പരിശോധിച്ചപ്പോ ആ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറെ അവിടെ വെച്ചിരിക്കുന്നത് ആരാണെന്നറിയുമോ? RSS ആണ്. അതാണ് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളുടെ എല്ലാ സ്ഥിതി. ഇന്ത്യയിലെ ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളും RSS പിടിച്ചെടുത്തിരിക്കുന്നു. RSSന്റെ കൈപ്പിടിയിലായി. ഇതാണ് ഇന്ത്യയിലെ അവസ്ഥ. ഇന്ന് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിൽ ചർച്ചയില്ല, പഠനമില്ല. BJP തീരുമാനിക്കും എന്താണ് അവിടെ പഠിക്കേണ്ടതെന്ന്, കരിക്കുലം എന്താണ് സിലബസ്, എന്താണ് കോഴ്സുകളെന്ന് RSS തീരുമാനിക്കുന്ന കാലം വന്നാൽ ഇവിടെ രാമരാവണ യുദ്ധകാലത്ത് വിമാനം ഉണ്ടായിരുന്നു എന്ന് ഒരു പുസ്തകം എഴുതി പറഞ്ഞാൽ അത് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. ആ വിമാനമാണ് ഇന്നത്തെ വിമാനമായി രൂപാന്തരം പ്രാപിച്ചതെന്ന് ഈ സർക്കാർ പറഞ്ഞാൽ നാം അംഗീകരിക്കേണ്ടി വരും. അതുപോലെയുള്ള പ്രാകൃതമായ നിയമങ്ങൾ ഈ രാജ്യത്തെ പൗരന്മാർക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെടും. ഇതൊരു ദുരന്തമാണ്. ഈ ദുരന്തം ഇവിടെ ഉണ്ടായിക്കൂടാ. ഇത് അവസാനിക്കണം. ഇത് അവസാനിപ്പിക്കാൻ നമുക്കാണ് ഉത്തരവാദിത്വം. കോൺഗ്രസിനാണ് ഉത്തരവാദിത്വം. കാരണം കോൺഗ്രസ് ആണ് ഈ ഭരണഘടന ഉണ്ടാക്കിയത്. നമ്മളാണ് ജനാധിപത്യത്തെ സൃഷ്ടിച്ചത്. ഈ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഇന്ത്യ ഇന്നും പലരും പറയും. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? ഇന്ത്യയിൽ ജനാധിപത്യം തീരെ ഇല്ലാതായ രാജ്യമാണ് ഇന്ത്യ. അതാണ് സത്യം. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് ജനാധിപത്യം ഉണ്ടാക്കിയവരാണ്, കോൺഗ്രസ് ആണ്. പക്ഷേ ഇന്ന് അത് പാഠപുസ്തകങ്ങളുടെ ഭാഗമല്ല. കുട്ടികൾക്ക് പഠിക്കാൻ കിട്ടുന്നില്ല. യൂണിവേഴ്സിറ്റികളുടെ പാഠഭാഗമല്ല. ചരിത്രത്തെ വളച്ചൊഴിച്ചിരിക്കുന്നു. ചരിത്രത്തിന്റെ അവനിർമ്മിതിയിലൂടെ ഈ രാജ്യം ഉണ്ടാക്കിയത് പോലും, സ്വാതന്ത്ര്യം നേടിയത് പോലും BJPയും RSSുമാണെന്ന് ഒരു 10-25 വർഷം കഴിഞ്ഞാൽ കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുന്ന വിധത്തിലാണ് ഈ രാജ്യത്തിന്റെ ചരിത്രത്തെ അവഹേളിക്കുന്ന, പാരമ്പര്യങ്ങളെ അവഹേളിക്കുന്ന വിധമുള്ള ഹീനമായ ഇത്തരം പരിശ്രമങ്ങൾ ഈ രാജ്യത്ത് നടക്കുന്നത്. ഇതിനെല്ലാം എതിരായി നമുക്ക് ശബ്ദിക്കേണ്ടി വരും. കേരളത്തിൽ ജനങ്ങൾക്ക് ശബ്ദിക്കാൻ കഴിയുന്നില്ല, പോരാടാൻ കഴിയുന്നില്ല. കേരളത്തിലെ സാധാരണക്കാരുടെ ജീവൽ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസോ ബഹുജന സംഘടനകളോ ശ്രമിച്ചാൽ അവരെ കശാപ്പ് ചെയ്യുന്ന, അവരെ തെരുവിൽ നേരിടുന്ന, അവരുടെ ഹെൽമറ്റ് വെച്ച് അവരുടെ തല തല്ലി പൊട്ടിക്കുന്ന ഭീകരവാഴ്ചയാണ് ഈ കേരളത്തിൽ നടക്കുന്നത്.
നരേന്ദ്രമോദിയുടെ പ്രതിരൂപമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനാധിപത്യത്തെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ ജനാധിപത്യ ധ്വംസനവും നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ ഈ പോരാട്ടങ്ങളെല്ലാം നടക്കുമ്പോൾ ആ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന രാഹുൽ ഗാന്ധിക്കൊപ്പം നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ.സി. വേണുഗോപാൽ എംപിയാണ് ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ഈ പോരാട്ടങ്ങളെല്ലാം നയിച്ചു മുൻപോട്ട് പോകുന്നത്. ബിജെപിയെ നിർഭയമായി രാഹുൽ ഗാന്ധിക്കൊപ്പം നിന്ന് നിൽക്കുന്ന ഇന്ത്യയിലെ ഫാസിസ്റ്റ് ശക്തികളെ, വർഗീയ താണ്ഡവമാടുന്ന ഇന്ത്യയുടെ ശത്രുക്കളെ ശക്തമായി നിൽക്കുന്ന കേരളത്തിന് അഭിമാനമായ ശ്രീ കെ.സി. വേണുഗോപാൽ എംപിയാണ് ഇന്ത്യയിൽ ഈ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങളുടെ എല്ലാം നേതൃത്വം വഹിക്കുന്നത് എന്നത് നമുക്ക് അഭിമാനകരമായ കാര്യമാണ്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗവും നമ്മുടെ ഈ ജില്ലയുടെ എംപിയുമായ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഇന്ത്യൻ പാർലമെന്റിൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി വിപ്പായും സെക്രട്ടറിയായും ഇന്ത്യൻ പാർലമെന്റിൽ ശ്രീ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമൊപ്പം ഈ പോരാട്ടങ്ങളെ മുൻപോട്ട് നയിക്കുന്നു. കൊല്ലത്തിന്റെ പ്രിയങ്കരനായ എംപി ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ നിർഭയമായി ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വക്താവ് എന്നുള്ള നിലയിൽ ഡൽഹിയിൽ നടത്തുന്ന പോരാട്ടങ്ങൾ ജനാധിപത്യത്തെ കാക്കാനാണ്, സംരക്ഷിക്കാനാണ്. ഈ നേതാക്കന്മാർ കേരളത്തിന്റെ അഭിമാനമാണ്. കാരണം ഈ രാജ്യത്തിന്റെ മൗലികമായ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന ഭരണകീയ ഭീകരതയുണ്ടാകുമ്പോൾ അതിനെ എതിർക്കാൻ നിർഭയമായി അവർ രംഗത്ത് വരുന്നു. ആ നേതാക്കന്മാരെ പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് വിജയകരമായ ഈ ജനാധിപത്യ സംരക്ഷണ സദസ്സ് ഇവിടെ സംഘടിപ്പിച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ പി രാജേന്ദ്ര പ്രസാദ് അവர்களെ ഞാൻ പ്രത്യേകമായി KPCCക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇവിടെ പങ്കെടുക്കുന്ന ബഹുമാന നേതാക്കന്മാർ ശ്രീ കെ.സി. രാജേന്ദ്രൻ അടക്കമുള്ള എല്ലാ നേതാക്കന്മാരോടും പ്രത്യേകം അഭിവാദ്യം നേർന്നുകൊണ്ട് ഞാൻ ഈ ജനാധിപത്യ സംരക്ഷണ സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. പാർലമെന്റ് ആക്രമണത്തെപ്പറ്റി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്ന് ആവശ്യപ്പെട്ടതിനെ രാജ്യദ്രോഹ പ്രവൃത്തിയായാണ് ചിത്രീകരിക്കുന്നതെന്ന് KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധു ജനാധിപത്യ സംരക്ഷണ സദസ്സ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. എംപിമാരെ കൂട്ടത്തോടെ പുറത്താക്കുന്നത് രാജ്യത്തെ ജനാധിപത്യ പാരമ്പര്യത്തിന് തീരാക്കളങ്കമാണ്. സീനിയർ എംപിമാരായ കൊടിക്കുന്നിൽ സുരേഷിനെയും ഏറ്റവും മികച്ച എംപിയായ NK പ്രേമചന്ദ്രനെയും മറ്റും തിരഞ്ഞെടുത്ത ജനങ്ങളെയാണ് മോദി സർക്കാർ ഇതിലൂടെ അപമാനിച്ചതെന്നും പഴകുളം മധു പറഞ്ഞു. DCC പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ്, കോൺഗ്രസ് നേതാക്കളായ KC രാജൻ, ബിന്ദു കൃഷ്ണ, എഴുകോൺ നാരായണൻ, R രാജശേഖരൻ, സൂരജ് രവി, LK ശ്രീദേവി, രവി മൈനാഗപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. 142 അംഗങ്ങളെ പാർലമെന്റ് നിന്ന് സസ്പെൻഡ് ചെയ്തു. എന്താണ് കാരണം? ഇവിടെ പറഞ്ഞു, പാർലമെന്റ് ആക്രമിക്കപ്പെട്ടു ഈ ഡിസംബർ മാസം, ഈ മാസം 13 കേട്ടില്ലാത്ത കാര്യമാണ്, മുമ്പ് നടന്നിട്ടുണ്ട്. ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പഴകുളം മധു അടക്കമുള്ള നേതാക്കന്മാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരാഴ്ച കാലങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ പാർലമെൻറ്റിലുണ്ടായ അതിക്രമത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ ഈ സംഭവത്തെ സംബന്ധിച്ച് ആധികാരികമായി പാർലമെൻറ്റിനകത്ത് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതികരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും സമാധാനപരമായി സമരം ചെയ്ത മുദ്രാവാക്യപരമായിട്ടാണ് ആ എംപിമാരെ മുഴുവൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. 146 എംപിമാരെ, ഇന്ത്യയുടെ പാർലമെന്റിൽ നിന്ന് പ്രതിപക്ഷത്തുള്ള എംപിമാരെ ഒരു പ്രമേയം പാസാക്കി സസ്പെൻഡ് ചെയ്യുകയാണ്. ഇത്ര ജനാധിപത്യ വിരുദ്ധമായ ഒരു നടപടി ഇന്ത്യയുടെ ചരിത്രത്തിൽ നാളെ വരെ ഉണ്ടായിട്ടില്ല. 1-2 എംപിമാരെ സസ്പെൻഡ് ചെയ്യാറുണ്ട്, അവരെ പിന്നീട് തിരിച്ചെടുക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെ കൂട്ടമായി പ്രതിപക്ഷത്തുള്ള മുഴുവൻ എംപിമാരെയും പുറത്താക്കുന്ന നിലയിലേക്ക്, ആകെ പുറത്താകാത്തവർ പിന്നെ 8 പേരോ മറ്റേ ഉള്ളൂ. അത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെയാണ്. ഈ ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ ഇവിടെ ഇപ്പോൾ കൊല്ലത്തെ 2 എംപിമാർ അവിടെ ഉണ്ട്. ശ്രീ NK പ്രേമചന്ദ്രനും ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. കരുനാഗപ്പള്ളിയുടെ MP ആയി 10 വർഷം വരുന്ന KC വേണുഗോപാൽ ഇപ്പോൾ രാജ്യസഭാ മെമ്പറാണ്. പ്രഗത്ഭരായ നേതാക്കൾ കോൺഗ്രസിന്റെ, പ്രതിപക്ഷത്തിന്റെ. അവരെ 50 വോട്ടിന് ജയിച്ചവരല്ലോ. അവരൊക്കെ 1.5 ലക്ഷം വോട്ടിനും 60,000 വോട്ടിനും 1 ലക്ഷം വോട്ടിനും
ജനങ്ങളുടെ അംഗീകാരം വാങ്ങി പാർലമെന്റിലേക്ക് കടന്നു ചെന്ന നേതാക്കളാണ്. ആ നേതാക്കളെ മുഴുവൻ സസ്പെൻഡ് ചെയ്യുകയാണ്. എസ് വേണുഗോപാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവാണ്. ഡൽഹിയിൽ പാർട്ടിയുടെ ചുമതല മുഴുവൻ നിർവഹിച്ച് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കഴിഞ്ഞാൽ ഖാർഗെയും കഴിഞ്ഞാൽ പിന്നെ ഈ പാർട്ടിയിലെ ഏറ്റവും ഉന്നതനായ നേതാവാണ് കെ സി വേണുഗോപാൽ. അദ്ദേഹത്തെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഈ കൊല്ലം നിയോജക മണ്ഡലത്തിന്റെ എം പി എൻ കെ പ്രേമചന്ദ്രൻ ഏറ്റവും പ്രഗത്ഭനായ പാർലമെന്റേറിയനെന്ന് BJP-ക്കാർ പോലും പ്രസംഗിച്ച് അദ്ദേഹത്തെ അനുമോദിക്കുന്ന എൻ കെ പ്രേമചന്ദ്രൻ അദ്ദേഹത്തെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. മാവേലിക്കരയുടെ എം പി കൊടിക്കുന്നിൽ സുരേഷ് പട്ടിക വിഭാഗത്തിൽ നിന്നുള്ള സമുന്നതനായ നേതാവ് അദ്ദേഹത്തെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അങ്ങനെ 146 MP-മാര് നിർദാക്ഷിണ്യം പാർലമെന്റിൽ നിന്ന് പുറത്താക്കുന്ന ഏകാധിപതികളിൽ പെരുമാറുന്ന ഒരു ഭരണകൂടം അത് അനുവദിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുമോ? നമ്മുടെ ജനാധിപത്യ സംവിധാനം തകരുകയല്ലേ? ഇതാണ് അവസ്ഥയെങ്കിൽ 2026-ലും BJP ആണ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നതെങ്കിൽ ഒരു തർക്കവും നമുക്ക് ആവശ്യമില്ല. ഇന്ത്യയുടെ ജനാധിപത്യം അവിടെ കുഴിച്ചു മൂടപ്പെടും. ഇനി ഇവിടെ വേറെ കക്ഷികൾ വേണ്ട.